ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് നോക്കാം. അതായത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിന് നമ്മൾ പറയുക സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. അതേപോലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം നമുക്ക് നോക്കാനുണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് മൈക്രോ എക്കണോമിക്സ് എന്താണെന്നും മാക്രോ എക്കണോമിക്സ് എന്താണെന്നും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഗാർഹിക യൂണിറ്റുകൾ എന്നിങ്ങനെയുള്ള വ്യക്തിഗത യൂണിറ്റുകളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ്. അതായത് വ്യക്തിഗത യൂണിറ്റുകളുടെ പെരുമാറ്റം, അതിനെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. അതായത് ഇപ്പം ദേശീയ വരുമാനങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ സാധനങ്ങളുടെ സേവനങ്ങളുടെ വില നിലവാരം, കുറേ കാര്യങ്ങൾ ഈ ഒരു മാക്രോ എക്കണോമിക്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് മൊത്തത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെ ദേശീയ ഉൽപ്പന്നം, പലിശ നിരക്ക്, തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ച, വിലപ്പെരുപ്പം, ഇതൊക്കെ ഈ മാക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, മൈക്രോ വേഴ്സ് മാക്രോ, കുറേ കാര്യങ്ങൾ, ഡെഫിനേഷൻസ്, ഇതെല്ലാം പഠിക്കാനുണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ലേബർ എക്കണോമിക്സ് എന്താണെന്നും എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് എന്താണെന്നും എന്താണ് എക്കണോമെട്രിക്സ് എന്നും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ലേബർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വേതന നിരക്ക് അല്ലെങ്കിൽ തൊഴിൽ നിലവാരം, തൊഴിലില്ലായ്മ എന്നിവയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ലേബർ എക്കണോമിക്സ് അഥവാ തൊഴിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്. എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം, പരിസ്ഥിതി എന്നിവയുടെ ഉൽപ്പാദനം, ഉപഭോഗം, അവരെ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ് അഥവാ പ്രകൃതി സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ. എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി സാങ്കല്പിക സിദ്ധാന്തങ്ങളെയും പരീക്ഷണ വിധേയമാക്കുന്നതിനായി സ്ഥിതിവിവര കണക്കുകളും സ്ഥിതിവിവര ശാസ്ത്ര രീതികളും വിനിയോഗിക്കുന്ന വിഭാഗം. അതായത് ഈ സാമ്പത്തിക പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ സ്ഥിതിവിവര കണക്കുകൾ, സ്ഥിതിവിവര ശാസ്ത്ര രീതികളൊക്കെ ഉപയോഗിക്കുന്ന വിഭാഗമാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. അത് ഞാൻ പറഞ്ഞു, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. പിന്നെ ലേബർ എക്കണോമിക്സ്, എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്. ഓക്കെ. ഈ ചാപ്റ്റർ ഫുള്ള് നെക്സ്റ്റ് ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.